അവകാശവാദങ്ങൾക്കുമപ്പുറം നരേന്ദ്രമോദിയുടെ നിശ്ചയദാർഢ്യം. വിഴിഞ്ഞം തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. ഒരു വ്യാഴവട്ടക്കാലത്തെ മോദി സർക്കാരിന്റെ അക്ഷീണ പ്രവർത്തനമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഇടത് വലത് സർക്കാരുകൾ പരസ്പരം പഴിചാരിയപ്പോൾ മോദി സർക്കാർ പടുത്തുയർത്തിയത് വികസനത്തിന്റെ കോട്ടക്കവാടമാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ പദ്ധതിയുടെ തറക്കല്ലിട്ടെന്നാണ് കോൺഗ്രസിന്റെ വാദം. പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ പദ്ധതി ഏറ്റെടുത്തു നടത്തിയെന്ന് ഇടതുപക്ഷവും വാദിക്കുന്നു. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം സമാനതകളില്ലാത്ത വളർച്ചയായിരുന്നു വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റേത്. ആദ്യഘട്ടത്തിൽ തുറമുഖം വേണ്ട എന്ന് വാദിച്ച ഇടതുപക്ഷം പിന്നീട് അധികാരത്തിൽ വന്നതിനു ശേഷം കേന്ദ്ര സഹായത്തിന്റെ ചുവടുപറ്റി പദ്ധതിക്കൊപ്പം ചേർന്നു. നരേന്ദ്രമോദി സർക്കാരിന്റെ രാജ്യത്തുടനീളമുള്ള വികസന തേരോട്ടം വിഴിഞ്ഞത്തിനും നേട്ടമായി. പദ്ധതിയെ തകർക്കാനായി കൂട്ടുനിന്ന സംഘടിത മതശക്തികൾക്കൊപ്പം ചേർന്ന കോൺഗ്രസും ഒരു ഘട്ടത്തിൽ വിഴിഞ്ഞം തുറമുഖത്തെ തള്ളിപ്പറഞ്ഞു. ഇവരും ഞങ്ങളാണ് തുറമുഖത്തെ കൊണ്ടുവന്നതെന്ന വാദമുയർത്തുമ്പോൾ 60 വർഷം രാജ്യത്തിന്റെ ഭരണം നടത്തിയ UPA സർക്കാരിനൊപ്പം നിന്ന ഇടതുപക്ഷവും ഈ കാലഘട്ടങ്ങളിൽ വിഴിഞ്ഞത്തിനായി എന്തു ചെയ്തു എന്ന മറ്റൊരു ചോദ്യവും ഉയരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഇടത് വലത് കക്ഷികൾ വിഴിഞ്ഞം തുറമുഖത്തെ സ്വന്തം കുഞ്ഞായി എഴുതി ചേർക്കുകയാണ്. വിഴിഞ്ഞം നവകേരളത്തിന്റെ വിജയഗാഥയെന്ന് പിണറായി സർക്കാർ ഹാഷ്ടാഗ് നൽകുമ്പോൾ തുറമുഖത്തിന്റെ പേര് തന്നെ ഉമ്മൻചാണ്ടിയുടെ പേരിലാക്കണമെന്ന് മുറവിളി കൂട്ടുകയാണ് UDF. എന്നാൽ കേരളത്തെ അന്താരാഷ്ട്ര കടൽ വ്യവസായ മാപ്പിൽ എഴുതി ചേർത്തത് നരേന്ദ്രമോദിയുടെ ഭരണ മികവെന്ന സത്യം ചരിത്രങ്ങളിൽ എന്നും കുറിക്കപ്പെടും. വിഴിഞ്ഞത്തിന്റെ തീരം തൊടുന്ന തിരമാലകൾക്കിനി വ്യാപാരത്തിന്റെയും വികസനത്തിന്റെയും അതിവേഗം. വികസനത്തിൽ സങ്കുചിത രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് ഇടമില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് രാജ്യത്തിന്റെ പ്രധാന സേവകൻ ഇന്ന് തുറന്നിട്ടത് രാഷ്ട്രത്തിന്റെ പുതിയ മഹാകവാടം. ക്യാമറാമാൻ അനീഷിനൊപ്പം വി വിനീഷ്, ജനം, തിരുവനന്തപുരം.